ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ചക്ക കൊണ്ടുള്ള ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് ആദ്യം പഴുത്ത ചക്ക വേണം. ഇവിടെ ഞാൻ ഒരു പാത്രം പഴുത്ത ചക്കയുണ്ട്. ഇത് കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള 2 ശർക്കര അച്ചി ഒന്ന് ഉരുക്കി പാനീയം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ചക്ക ഒരു 3 വിസിൽ വരെ വേവിച്ചതാണ്. ഇത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഒരു ശർക്കര അച്ചി എടുത്താൽ മതി. 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര മധുരമായിരിക്കും. ഇനി ഈ പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്ക വേണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, നല്ലോണം വെന്തുടഞ്ഞിട്ടില്ലെങ്കിൽ. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ ചക്ക വേവിക്കാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നുവല്ലോ, അത് ചക്കയിൽ വെള്ളമുണ്ടെങ്കിൽ, കൂടുതലായിട്ട് വെള്ളമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. ആ വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലോണം ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചക്ക നല്ലോണം തിക്ക് രൂപത്തിലായി വരും. ഇനി ഇതൊന്നൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അരിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഞാൻ അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും അരിപ്പൊടിയും എല്ലാം ചേരുമ്പോൾ ഈ ചക്ക നല്ലോണം ഒന്ന് കുറുകി വരും. ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ച് നല്ലോണം ഇതൊന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് എങ്ങനെയാലും ഇത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ കുറുകിയ ഇതാണ്. ഇനി ഞാനിവിടെ കുമ്പിളുണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് കറുകാപ്പട്ടയുടെ ലീഫാണ്. അത് കുമ്പിളാക്കിയിട്ട് അതിലോട്ട് ഈ ചക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ആ കുമ്പിളിലോട്ട് നിറച്ചു കൊടുക്കാം. കുമ്പിളിൽ നിറച്ച് വെച്ച് വേണം അത് ഫില്ല് ചെയ്ത് വെക്കാം. ഈ കറുകപ്പട്ടയുടെ ഇലയിൽ ഇതിങ്ങനെ നിറച്ച് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കയുടെയും ഈ കറുകപ്പട്ടയുടെയും ടേസ്റ്റ് ഈ ചക്കയിൽ ഉണ്ടാകും. ഇതിങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ നിറച്ചു വെക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേണം ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ. ഓട്ടപാത്രമുണ്ടെങ്കിൽ അതിൽ വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കറുകപ്പട്ടയുടെ ഈ കുമ്പിളപ്പം ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.